വയനാട്ടിൽ വനംമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരുന്ന ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് കാട്ടാന തകർത്തു. മാനന്തവാടി കൂടൽക്കടവ് പാൽവെളിച്ചം അയൺ ക്രാഷ് ഗാർഡാണ് ആന തകർത്തത്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ ഫെൻസിംഗ് കാട്ടാനക്കൂട്ടം തകർത്തെറിഞ്ഞല്ലേ? തീർച്ചയായും ഈ ശനിയാഴ്ച വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യാനിരുന്ന ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് ആണ് കാട്ടാന തകർത്തിരിക്കുന്നത്. ഈ 8 കോടി രൂപ ചിലവിൽ പനമരം പഞ്ചായത്തിലെ ദാസനക്കരയിലും അതുപോലെ കൂടൽക്കടവ് പാൽവെളിച്ചം ഭാഗത്തും ആണ് ഈ ഒരു ക്രാഷ് ഗാർഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നത്. എന്നാൽ ഈ കാട്ടാന തകർത്തതോടെ ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാട്ടാന ഈ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് സാധാരണഗതിയിലൊക്കെ ഫെൻസിംഗ് ഒക്കെ എല്ലാ ഭാഗത്തും നടപ്പിൽ വരുത്താറ്. എന്നാൽ അത്തരത്തിൽ കാട്ടാന വരാതിരിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഫെൻസിംഗ് പോലും തകർക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഇതിന്റെ പുറകിലുണ്ട്. കൃത്യമായി കൊണ്ട് തന്നെ ഇതിൽ അന്വേഷണം നടത്തണം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ആവശ്യമായി ഉയരുന്നുണ്ട്. ഈ നിർമ്മാണത്തിൽ അപാകത വരുത്താനുള്ള കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണം എന്തുകൊണ്ടാണ് നടത്തിയതെന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നും ഇപ്പോൾ ആവശ്യം ഉയരുന്നുണ്ട്.